നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ നമ്മൾ ഒന്നാം സ്ഥാനത്താണ്. ക്രമസമാധാന പാലന രംഗത്ത് നമ്മൾ ഒന്നാം സ്ഥാനത്താണ്. ഞാൻ ദേശീയപാതയുടെ കാര്യം പറഞ്ഞല്ലോ. തൊട്ടടുത്തുള്ള കർണാടകയിൽ ഉൾപ്പെടെ ദേശീയപാത വികസനം മുരടിച്ചു നിൽക്കുമ്പോൾ അതിവേഗത്തിൽ വികസനം സാധ്യമാകുന്ന സംസ്ഥാനമാണ് കേരളം. ഭക്ഷ്യസുരക്ഷയിൽ രാജ്യത്തൊന്നാം സ്ഥാനം കേരളത്തിനാണ്. ക്രമസമാധാന പാലനത്തിൽ രാജ്യത്തൊന്നാം സ്ഥാനം കേരളത്തിനാണ്. ടൂറിസം രംഗത്ത് ലോകത്ത് തിരഞ്ഞെടുക്കപ്പെട്ട അപൂർവമിടങ്ങളിൽ ഒരു മനുഷ്യൻ ജനിച്ചാൽ, ലോകത്ത് ജനിച്ചാൽ കണ്ടിരിക്കേണ്ട അപൂർവമിടങ്ങളിൽ ഒന്നാണ് കേരളമെന്ന് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ വ്യവസായ രംഗത്ത് ബഹുമാന്യനായ MLA ഇവിടെ പറഞ്ഞു, വ്യവസായ രംഗവുമായി ബന്ധപ്പെട്ട് 2016 മുൻപുള്ള കാര്യം നമുക്കറിയാം. നമ്മുടെ ഫാക്ടറികൾ, നമ്മുടെ കശുവണ്ടി ഫാക്ടറികൾ പൂട്ടിപ്പോയിരുന്ന സാഹചര്യം, നമ്മുടെ തൊഴിലാളി സഹോദരങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിരുന്ന സാഹചര്യം, അവിടെ ആ സാഹചര്യത്തിൽ നിന്ന് അത് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഇടപെടലുകൾ സർക്കാർ നടത്തുകയുണ്ടായി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ 2016 മുൻപ് ഓരോന്നായി പൂട്ടിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഓരോ ദിവസം ഓരോന്ന് പൂട്ടിയിടുകയാണ്. തൊഴിലില്ല, തൊഴിലാളി സമരങ്ങൾ നടക്കുന്നു. കാരണം വേതനം കൊടുക്കുന്നില്ല, അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല, അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭമില്ലാതെ നഷ്ടത്തിലായി പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ നിന്ന് കേരളത്തിൽ വ്യവസായ വകുപ്പിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഇന്ന് 2023 നമ്മൾ സംസാരിക്കുമ്പോൾ 26ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ വലിയ ലാഭത്തിൽ പ്രവർത്തിക്കുന്നു. ഇന്ന് പൂട്ടിപ്പോകുന്ന സാഹചര്യം കേരളത്തിലില്ല എന്നുള്ളത് നാം കാണണം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ രീതിയിൽ കേരളം മുന്നോട്ട് പോവുകയാണ്. ഇവിടെ സമാന്തരമായിട്ടുള്ള ഒരു ധനമാർഗം കണ്ടെത്തിക്കൊണ്ട് കിഫ്ബിയിലൂടെ റോഡ് പണിതും പാലം പണിതും സ്കൂൾ പണിതും ആശുപത്രി പണിതും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആശുപത്രിയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്നറിയാമോ? രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം നമുക്ക് അഭിമാനത്തോടെ പറയാം നമ്മുടെ കേരളമാണ്. ഇവിടെ രോഗം വന്നാൽ പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരാൾക്കും ചികിത്സ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ല. ഒരു ഉദാഹരണം പറയാം. അതായത് അവയവമാറ്റ ശസ്ത്രക്രിയ നമ്മുടെ സംസ്ഥാനത്ത്, ഇപ്പം രാജ്യത്ത് എവിടെയാണെങ്കിലും വലിയ സാമ്പത്തിക ചെലവ് വരുന്ന ശസ്ത്രക്രിയ, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കൊക്കെ 40-45 ലക്ഷം രൂപയൊക്കെയാണ് സ്വകാര്യ മേഖലകളിൽ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 45 ലക്ഷം രൂപ. പെട്ടെന്ന് നമ്മൾ പറയുകയാണ്, ഡോക്ടർ പറയുകയാണ് കരളിന് രോഗമുണ്ട്, മാറ്റിവെക്കണം. കിഡ്നി ആണെങ്കിൽ നമുക്ക് ഡയാലിസിസ് കുറച്ച് നാൾ ചെയ്ത് മുന്നോട്ട് പോകാം. അതിനുശേഷം ഒരു ഘട്ടം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വരിക. പക്ഷേ കരൾ മാറ്റിവെക്കണമെന്ന് പറഞ്ഞാൽ മാറ്റിവെച്ചേ പറ്റുള്ളൂ. കാരണം ജീവൻ അപകടമാണ്. അതുവരെ സ്വകാര്യ മേഖലയിൽ മാത്രം നടന്നിരുന്ന കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളോട് നിർദ്ദേശിച്ചു. എന്തുകൊണ്ട് നമുക്കിത് സർക്കാർ തലത്തിൽ നടത്തിക്കൂടാ? കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ സർക്കാർ തലത്തിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് 2022 ആദ്യമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ 45-50 ലക്ഷം രൂപ സ്വകാര്യ മേഖലയിൽ വരുന്ന കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സൗജന്യമായി വിജയകരമായി നടത്തുവാൻ നമ്മൾ ആരംഭിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ആരംഭിച്ചു. കഴിഞ്ഞയിടയിൽ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു. ഡോണർ വീട്ടിൽ പോയിട്ടുണ്ട്, റെസിപ്പിയൻറ്റും വീട്ടിൽ പോയി ഡിസ്ചാർജ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ, ജില്ലാ ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലും സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ആരംഭിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു. പറയുമ്പോൾ എളുപ്പമാണ്. പക്ഷെ രാജ്യത്ത് ഒരു സർക്കാർ ആശുപത്രിയിലും ഒരു ജില്ലാതല സർക്കാർ ആശുപത്രിയിലും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിട്ടില്ല. പക്ഷേ ഒരു മാസം മുൻപ് എറണാകുളം ജില്ലാ ആശുപത്രിയിൽ, ജനറൽ ആശുപത്രിയിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു. അപ്പം ഈ രീതിയിൽ കേരളം മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിനോട് ചില തെറ്റായ സമീപനങ്ങൾ കേന്ദ്രം സ്വീകരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നാം പറഞ്ഞ യാത്ര ഇങ്ങനെ പലവിധമായിട്ടുള്ള മിഷനുകൾ ആവിഷ്കരിച്ചുകൊണ്ട് ഉയർന്ന ജീവിത സാഹചര്യങ്ങളിലേക്കും നല്ല ജീവിത അന്തരീക്ഷത്തിലേക്കും നല്ല സാമൂഹിക അന്തരീക്ഷത്തിലേക്കും ഒക്കെ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തി കേരളം മുന്നോട്ട് പോയി രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുക. അപ്പം ഈ കാലഘട്ടത്തിൽ തന്നെയാണ് വെള്ളപ്പൊക്കം, കോവിഡിൽ ലോകത്ത് അടയാളപ്പെടുത്തപ്പെട്ട സംസ്ഥാനമാണ് കേരളം. എങ്ങനെയാണ്? ചികിത്സ മാത്രമല്ല, മനുഷ്യനെ ചേർത്തു പിടിച്ചു, കരുതലോടെ ചേർത്തു പിടിച്ചു.
ചേർത്ത് പിടിച്ചതിന്റെ ചരിത്രം കൂടി ലോകത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. ആ കൊച്ചു സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്രം വിചാരിച്ചു, ഇനി കേരളത്തെ അങ്ങനെ മുന്നോട്ട് വിടണ്ട. കേരളത്തിന് അർഹമായിട്ടുള്ള, ഇപ്പൊ നമുക്കറിയാം നമ്മുടേതൊരു ഫെഡറൽ സംവിധാനമാണ്. കേന്ദ്രം സർക്കാർ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അടങ്ങുന്ന സംസ്ഥാന സർക്കാരുകൾ. അപ്പൊ ഭരണഘടനാനുസൃതമായിട്ടാണ് ഈ ഫെഡറൽ സംവിധാനം പ്രവർത്തിക്കേണ്ടത്. കേരളത്തിന് അർഹമായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ സാമ്പത്തികമായിട്ടുള്ള വിഹിതങ്ങളുണ്ട്. ആ സാമ്പത്തികമായിട്ടുള്ള വിഹിതങ്ങൾ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ലഭ്യമാകണം, കേരളത്തിനും ലഭ്യമാകണം. പക്ഷെ ഈ കാലഘട്ടത്തിൽ നാം കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ വർഷം മാത്രം കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ളത് 57,000 കോടി രൂപയാണ്. 57,000 രൂപ അല്ല, 5,70,000 രൂപയല്ല, 57,000 കോടി രൂപയാണ്. ഈ 7.5 വർഷക്കാലം കൊണ്ട് പല വിഭാഗങ്ങളിലായി കേരളത്തിന് കേന്ദ്രം നൽകാനുള്ളത് എത്ര രൂപയാണെന്നറിയാമോ? 1,07,650 രൂപയാണ്. 1,07,650 കോടി രൂപയാണ് 7.5 വർഷക്കാലം കൊണ്ട് നമുക്ക് നൽകാനുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ, ബഹുമാന്യനായിട്ടുള്ള ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. നെല്ല് സംഭരിക്കേണ്ടത് കേന്ദ്രമാണ്, നെല്ലിൻ്റെ വില നൽകേണ്ടത് കേന്ദ്രമാണ്. അത് കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇപ്പം രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഒരു നിശ്ചിത തുക നിശ്ചയിച്ചിട്ടുണ്ട് നെല്ല് സംഭരിക്കുമ്പോൾ കർഷകന് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുമ്പോൾ കേരളം പറഞ്ഞു, ആ തുക പോരാ, നമുക്കൊരു ഇൻസെൻറ്റീവ് കൊടുക്കാം, കർഷകർക്ക് അധികമായിട്ടൊരു തുക കൂടി കൊടുക്കാം. അങ്ങനെ അധികമായിട്ടുള്ള, രാജ്യത്ത് ഏറ്റവും ഉയർന്ന ഇൻസെൻറ്റീവ് നൽകിക്കൊണ്ട് നമ്മുടെ കർഷകർക്ക് നെല്ല് സംഭരണത്തിന് ഏറ്റവും കൂടുതൽ വില നൽകുന്ന സംസ്ഥാനം കേരളമാണ്. ഈ വർഷം കേന്ദ്രം നമുക്ക് നൽകാനുള്ളത് 790 കോടി രൂപയാണ്. 790 കോടി രൂപ നെല്ല് സംഭരണത്തിൽ മാത്രം കേന്ദ്രം നമുക്ക് നൽകാനുണ്ട്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസംബർ മാസമായി, ഈ സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാമത്തെ പാദം കഴിയാൻ പോകുകയാണ്. 212 കോടി രൂപയാണ് ആരോഗ്യ മേഖലയ്ക്ക് തരാനുള്ളത്. 1 രൂപ തന്നിട്ടില്ല. ഇപ്പൊ ലൈഫ് മിഷൻ നമുക്കറിയാലോ, നമ്മുടെ സ്വപ്നമാണ്, ഒരാളുടെ സ്വപ്നമാണ് ഒരു വീടുണ്ടാകണമെന്ന്. നമ്മൾ കണ്ട നവകേരളത്തിന്റെ സ്വപ്നത്തിൽ നമ്മൾ കണ്ടത് എല്ലാവർക്കും വീടുണ്ടാകണം. ഒരു വീടിന് സംസ്ഥാനം നിശ്ചയിച്ചിട്ടുള്ള തുക 4 ലക്ഷം രൂപയാണ്. കേന്ദ്രം അതിനൊരു വിഹിതം നൽകുന്നുണ്ട്. എത്രയാണെന്നറിയാമോ? ഗ്രാമീണ മേഖലയിൽ 72,000 രൂപ. അപ്പോൾ ഏറ്റവും ഉയർന്ന തുക നൽകുന്നത് സംസ്ഥാനമാണ്, രാജ്യത്തെ ഏറ്റവും ഉയർന്ന തുക നൽകുന്നത് സംസ്ഥാനമാണ്, 4 ലക്ഷം രൂപ. കേന്ദ്രത്തിൻ്റെത് 72,000 രൂപ. ഈ 72,000 രൂപ നമുക്ക് നൽകുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അവരൊരു നിബന്ധന മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ആ നിബന്ധന, നമ്മുടെ ഈ ലൈഫിലൂടെ പണിയുന്ന വീടിന് മുന്നിൽ പ്രധാനമന്ത്രിയുടെ പടവും വേണം, ആ പദ്ധതിയുടെ പേരും വേണം. എന്തിന്? 72,000 രൂപ നൽകുന്നതിന്.